നിന്റെ ഐഡിയ കൊള്ളാലോടെ ചക്ക. എനിക്ക് വേണം തിരി പണം. അറിയാലോ, SI ആവാൻ നിനക്ക് 1.5 ലക്ഷം രൂപ വേണം. പെങ്ങളെ കെട്ടിച്ച് എന്റെ ബാലൻസ് തീർക്കാൻ നിനക്ക് 1 ലക്ഷം രൂപ വേണം. അപ്പോ നിനക്കൊന്നും വേണ്ടട ചെറുക്ക. അതിപ്പോ എങ്ങനെ പറയും? താരില്ല, നീ പറയേ. ഞാൻ പറഞ്ഞ അച്ചായത്തിക്ക് എന്റെ അടുത്ത് ദേഷ്യം തോന്നോ? ഇല്ലടാ, നീ പറയടാ. അച്ചായത്തി എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യോ? തള്ളയുടെ പ്രായമുള്ള എന്നോട് ഈ ഞാഞ്ഞോള് പറയുന്ന കേട്ടോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. അച്ചായത്തിയുടെ സിറ്റിയിലുള്ള കട എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞതാ. എനിക്ക് ഡ്രൈ ക്ലീൻ എടുത്തു കൊടുക്കാൻ. ഓ, അത്രേ ഉള്ളൂ. ഞാൻ വേറെന്തൊക്കെയോ ആലോചിച്ചു പോയി. അതെ, അച്ചായത്തിയുടെ പ്രായത്തിന്റെ കുഴപ്പാ. ചെറുപ്പമല്ലേ? എടീ, ഇവന്റെ ഒറ്റ സാധനം ഈ വീട്ടിൽ ഇനി കണ്ടുപോരുത്. അളിയ അളിയ എന്ത് പണിയാ കാണിക്കുന്നത്? എന്റെ വീട്ടിൽ വന്ന് എന്റെ സാധനങ്ങൾ വലിച്ചെറിയുന്നോ? ഇന്നു മുതൽ ഇത് നിന്റെ വീടല്ല, എന്റെ വീടാ. എന്ന് വെച്ചാ നിന്റെ സഹോദരിയുടെ ഭർത്താവായ എന്റെയും കൂടെ വീട്. എനിക്കൊന്നും മനസ്സിലാക്കി തരാം. നിന്റെ പെങ്ങളെ കെട്ടിയെടുത്ത വകയിൽ എനിക്ക് ബാക്കി തരാനുള്ള സ്ത്രീധന തുകയില്ലേ, അത് നീ ഇനി തരണ്ട. അളിയ അളിയനൊരു മഹാമനസ്കനാണ്. പകരം ഈ വീട് ഞാൻ എടുത്തിരിക്കും. ഓ, അപ്പൊ അളിയന്റെ സിറ്റിയിലുള്ള വീട് എനിക്ക്, ഞാൻ അവിടെ കയറി താമസിച്ചോട്ടെ. അത് മുൻകൂട്ടി കണ്ടത് കൊണ്ടാ ആ വീട് ഞാൻ ആദ്യം വാടകയ്ക്ക് കൊടുത്തത്. അപ്പൊ നീ പുറത്ത്. അളിയ, ഇത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലല്ല. അളിയന്റെ പണം ഞാൻ 1 മാസത്തിനുള്ളിൽ തന്നു തീർക്കും. എടി, നിനക്കൂടെ ഒന്ന് പറഞ്ഞൂടെ? നീ എപ്പ തരുന്നോ അപ്പൊ ഞാൻ മാറി തരും. അതെ, അത് തന്നെ എന്റെയും തീരുമാനം. അതുവരെ ഞാൻ എന്റെ മുറി താമസിച്ചോട്ടെ. താമസിച്ചോട്ടല്ലേ? താങ്ക്സ്. പക്ഷേ ദിവസവും നീ 50 രൂപ വാടക തരണം. സ്വന്തം വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരുവന്റെ ഗതികേട് ഈ ലോകത്ത് ഒരാളെയും വരത്തല്ലേ ഈശ്വര. ഒന്നിങ്ങോട്ട് മാറിക്കേ. ഇത്തിരി സ്ഥലം. തട്ടുന്നോടാ. വാടക തന്നിട്ടല്ലേ തട്ടുന്നത്? ഓട്ടെ. വാടക തന്നാ തട്ടുവോ? ചെലപ്പം തട്ടുമായിരിക്കും. എടോ, എനിക്ക് എന്റെ പാന്റ് ഷർട്ട് ഇപ്പൊ കിട്ടണം. ഏടോ, ഒരേ ഒരു ജോഡിയല്ലേ കുറവുള്ളൂ. നീ ഇതിനു മുമ്പ് വീട്ടിൽ കൊണ്ടുപോയില്ലേ? അതിന്റെ അടിയിലിട്ട് കാണൂ. എനിക്ക് എന്റെ ഡ്രസ്സ് കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. പ്രശ്നമില്ല. എങ്കിൽ മോനൊരു കാര്യം ചെയ്യ്, ഈ വീടിന്റെ വരാന്തലോട്ട് കയറി. ഇവിടെ പട്ടില്ല, ആരെങ്കിലും വരുമ്പോ ഇതാ എന്റെ ഡ്രസ്സ്. ഊരിക്കൊറ. ഇവിടെ വാടാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ കണ്ട ചെറ്റകളുടെ ഡ്രസ് ഇടരുതെന്ന്. അടിയൊന്നുമില്ല. അടിയിലൊന്നുമില്ലാന്ന്. എന്നാലും ഒന്നും കൂടി പിടിച്ചോ. അടിയല്ല, എന്റെ പാന്റിന്റെ അടി ഒന്നുമില്ല. അതല്ലേ ഞാൻ ഇട്ടത്. ഊരടാ, ഊര് ഊര്. നിക്ക് ചെറ്റ ഇപ്പൊ തരേ. ഊര് കൊണ്ടുപോയി തിന്നോ. ഈ വസ്ത്രാക്ഷേപം എനിക്കിനി എന്ന് തീരും എന്റെ കൃഷ്ണ. ചേട്ടന്റെ പേര് കൃഷ്ണൻ എന്നാണോ? എന്നാ ധൈര്യമായിട്ട് വിളിക്കാം, എന്റെ കൃഷ്ണ. അയ്യോ, ഇനി മേലാൽ ഇങ്ങനത്തെ നാറിയ വസ്ത്രങ്ങൾ അലക്കണമെങ്കിലേ നിന്റെ അമ്മായിയും എന്റെ അടുത്ത് കൊടുക്കും. പോകണടാ ചെറ്റകളെ. അങ്ങനെ ഫാമിലി അടക്കം വിളിച്ച് ചെറ്റകളെന്ന്. ഇവനിത് എവിടെ പോകും? ഞാനിവിടെ ഉണ്ട്. കാട്ടാളോ? നീ എന്താണ് വനവാസത്തിന് പോവാ? ഉടുതുണിയില്ലാത്തൊരു ഇന്ത്യൻ പൗരന്റെ വിഷമം ആരറിയാൻ? പണ്ട് ആദവും നാണം മറച്ചിരുന്നത് അലക്കുകാരൻ പുഷ്കരന്റെ തുണി കൊണ്ടൊന്നും അല്ലല്ലോ, പ്രകൃതിയുടെ വരദാനം കൊണ്ടല്ലേ. ഇതാരും പിടിച്ചു പറിക്കില്ലല്ലോ. ഇതാരാ പിടിച്ചു വലിക്കുന്നത്? ഇതിനുണ്ടോ അവകാശി? അയ്യോ, ഇതും പോയി. എന്റെ ഗോമാതാവേ, നിനക്കും എന്റെ നഗ്നതയാണോ ഇഷ്ടം? തെക്ക് തിരുവനന്തപുരം ജോലിയൊക്കെ ഉണ്ട്. ഞാനൊരു വാഷിംഗ് മെഷീൻ സംഘടിപ്പിച്ചു. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് റെസ്റ്റ് ആണ്. വാഷിംഗ് മെഷീനോ? എത്ര രൂപയ്ക്കാ വാങ്ങിയത്? വാങ്ങിയതല്ലെന്നേ, പിന്നെ ഇതെന്റെ സ്വന്തം മേക്കാ, ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. അതാ എന്തൊരു നാറ്റം. എങ്കിലും എന്റെ അപ്പ എന്നെ കൊണ്ട് ഈ കുലത്തൊഴിൽ ചെയ്യിക്കണമായിരുന്ന. യാത് നേരത്തെ ഈ കാലമാടന്റെ സന്തതിയായിട്ടൊന്നും ജനിക്കാൻ തോന്നിയോ ആവും. എന്തൊരു നീളമുള്ള പുല്ല്. അതെ, നല്ല കോലം മുടി പോലെ ഉണ്ട്. കത്രി ഉണ്ടായിരുന്ന വെട്ടി നടത്തായിരുന്നല്ലേ? തൊഴില് മറന്നില്ല. ഇത് കോരപ്പന്റെ പുഞ്ചകൃഷിയായിരിക്കും. അത് പാമ്പല്ല, ചേമ്പിന്റെ കണ്ടായിരുന്നു. ഈ കാട്ടിൽ എന്തോരം കീഴാനെല്ലിയാടാ. കീഴാർനെല്ലിയോ? അങ്ങനെ ഒരു സംഭവം നടന്നു. സൂര്യനെല്ലി എന്ന് കേട്ടിട്ടുണ്ട്. ഇതെപ്പോ നടന്നു?
ഓടിക്കോ. പോയാ ഇനി റെസ്റ്റ് എടുത്തോളൂ. തകട തകമി തണ്ടാല. ഈ തടീന് എന്ത് പറ്റി? അയ്യോ, മുളക് പൊടി. ഇവന്മാരെ തളയ്ക്കാൻ മുളക് പൊടി പൂഴിക്കിടക്കം തന്നെയാകാം. എന്റെ മുളകേശ്വരി അമ്മേ. അയ്യോ, ശുക്രിയ ശുക്രിയ. 2 മണിക്കൂർ നേരത്തേക്ക് ഇനി അവൻ കണ്ണുറങ്ങൂല. ധൈര്യമായിട്ട് അടിച്ചോടാ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഇനി അടിച്ചോ. ശശി, ഇനി ഓന്മാരെ കണ്ണുറക്കുന്നതിന് മുമ്പ് ഓടിക്കോടാ. ഓടിക്കോ. ഇപ്പഴെനിക്ക് ജീവൻ വേണത്. അമ്മമാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഞാൻ വിചാരിച്ചില്ല അളിയ. ആ മുളക് പൊടി ഇല്ലായിരുന്നെങ്കിൽ നമ്മളെ പൊടി പോലും കാണൂലേ. നോക്ക്. കണ്ടിട്ട് വനകന്യയാണെന്ന് തോന്നുന്നു. ഏയ്, വനയക്ഷിയായിരിക്കും. അപ്സരസിനെ കണ്ടാൽ നിനക്ക് പൂതനയാണെന്നല്ലേ തോന്നുന്നു. ഏതായാലും വഴി വയ്ക്കാൻ ഒരാളായി വാ. എക്സ്ക്യൂസ് മീ, വേർ ഈസ് കോരപ്പൻസ് ഹൗസ്? ഇവന്റെ ഒരു കാര്യം, എടാ ഒരു കാട്ടിൽ സുന്ദരി പെണ്ണ് കണ്ട അപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കണം. എടാ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അയ്യോ. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒന്നും ധരിക്കരുത്. അയ്യേ. അല്ല, ധരിച്ചോ. ആ. ഈ കോരപ്പൻ ചേട്ടനെ കാണാൻ എന്തൊരു വഴി. കാണുന്നു എന്തിനു പിടിക്കാനല്ലേ? ഛെ, ചുമ്മാ ഇരടാ. ഞങ്ങള് കോരപ്പൻ ചേട്ടൻ സ്വന്തക്കാരാ. അതെ, റിലേറ്റീവ്സ്. അതായത് നേരിട്ടൊന്ന് കണ്ടിരുന്നെങ്കിൽ ഞങ്ങളെ ഒന്ന് സഹായിച്ചൂടെ? ഇനി ഒന്നും പറയണ്ട, ഞാനൊന്ന് നോക്കട്ടെ. നാട്ടിലെ പെൺകുട്ടികളെ പോലെ സോഫ്റ്റ് ആണോ നാട്ടിലെ പെൺകുട്ടികളെ? നീ എന്ത് കാണിക്കാൻ പോണു? അപ്പാ കോമളിനെ കാണുന്നില്ല. ഈശ്വര, ഇനി കോരപ്പം കൊണ്ടുപോയോ? ഇറങ്ങി തപ്പിയാലോ? പേടിപ്പിച്ച് കളഞ്ഞല്ലടാ. എടാ കേറി വേടാ. ആ കാലമടം വരുന്നതിന് മുമ്പ് രക്ഷപ്പെടാം. വരാൻ പറ്റൂല. അവനെ കൊണ്ടുപോയി ഞാൻ വരും. നീ എന്തേ പറയുന്നേ? അതേടാ,
വെള്ളത്തിനടിയിൽ വെച്ച് ഞാനൊരു കത്രിക പൂട്ടിട്ടു. അതോടെ അയാൾ എന്റെ പിടിയിലായി. എന്നിട്ട് അയാൾ എവിടെ? പോവരുത്. ഞാൻ തുപ്പാക്കി ശുദ്ധൻ, ഈ കാടിനെ കിടുകിടാ വിറപ്പിക്കുന്ന മാവീരൻ, ഈ കാട്ടിലെ വന്യമൃഗങ്ങളെ മുതൽ പോലീസുകാരെ വരെ തുരുതുരാ വെടിവെച്ചു കൊല്ലുന്ന കോരപ്പന്റെ ഒരേ ഒരു ദോസ്ത്. എന്റെ കണ്ണും വെട്ടിച്ച് ഞങ്ങളുടെ കാട്ടിൽ വന്ന് ഞങ്ങളുടെ മുമ്പിൽ കിടന്ന് കളിക്കുന്നോടാ.